ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ദേവയാനി, നയന, നവ്യ ഇവരെ 3 പേരെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇന്നലത്തെ കഥയുടെ തുടർച്ചയാണ് ഞാൻ പറയാൻ പോകുന്നത്. ബാക്കിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ നവ്യനെ ചെക്കപ്പിന് കൊണ്ടുപോയതാണ്. ചെക്കപ്പിന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇതിനിടയിൽ അനാമിക പ്രഗ്നന്റ് ആണല്ലോ. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും സംശയമുണ്ട്, ഇത് ഒറിജിനൽ ഗർഭമാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന്. അതെ, ഡ്യൂപ്ലിക്കേറ്റ് ഗർഭം തന്നെയാണ്. എല്ലാവരെയും പറ്റിക്കുന്നതാണ് അനാമിക. പക്ഷെ ഇത് വേറെ ആർക്കും അറിയില്ല. നമ്മുടെ നവ്യക്ക് ഇതിന്റെ കുറച്ച് സൂചനകളൊക്കെ കിട്ടി. നവ്യ ഒരുപാട് ദിവസം ഇങ്ങനെ പ്രഗ്നൻസി ആന്നൊക്കെ പറഞ്ഞ് നടന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നവ്യക്ക് മനസ്സിലായിട്ട് നവ്യ അത് നയനയോടും ദേവയാനിയോടും പറഞ്ഞു. ഏതായാലും ഡോക്ടറിനോട് ചോദിച്ചു. ഒരു ഡോക്ടർ ഈ ഒരു കാര്യത്തിന് കൂട്ടുനിന്നു. ആ ഡോക്ടർ ലാസ്റ്റ് സത്യമെല്ലാം ദേവയാനിയോട് തുറന്നു പറയുകയാണോ, വേണു ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് ഈ ഒരു കാര്യം പറയിപ്പിച്ചത്, ഞങ്ങളുടെ എത്തിക്സിന് നിരക്കാത്ത കാര്യമാണെന്ന് അറിയാം, എങ്കിൽ പോലും ഇത് ഞങ്ങൾ ചെയ്തു പോയി, മേഡം ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കാല് പിടിക്കുമ്പോൾ ദേവയാനി പറയാണ്, ഈ ഗർഭനാടകം ഇതേപോലെ അങ്ങ് തുടരുക. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഡോക്ടർ ഈ ഗർഭനാടകം ഞങ്ങൾ അറിഞ്ഞു എന്നൊരിക്കലും പറയാൻ പാടില്ല. ഞങ്ങൾ അറിഞ്ഞു എന്ന് ഒരിക്കലും ഇത് അനാമിക അറിയരുതെന്ന്. അപ്പൊ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അതെന്താ മേഡം അങ്ങനെ പറയുന്നത്? ഏതായാലും ആ പെൺകുട്ടി ഇനി ഇതുപോലെ അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയല്ലേ, നിങ്ങളുടെ കുടുംബത്തിന് തന്നെയല്ലേ ദോഷം ചെയ്യുകയുള്ളൂ. അതൊക്കെ ശരിയാണ് ഡോക്ടർ, പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് കളിയും കൂടെ കളിക്കാനുണ്ട്. അപ്പൊ അതിന് ഡോക്ടർ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഒരിക്കലും പറയരുത്, ഇനിയിപ്പോ എന്ത് പ്രത്യുപകാരം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തോളാം. അവര് എത്ര രൂപയാണോ തരുന്നത് അതിന്റെ ഇരട്ടി പൈസ ഞാൻ തരാം. ഏതായാലും ഇത് നല്ലതിനു വേണ്ടി മാത്രമായെന്ന് ഡോക്ടർ വിചാരിച്ച അങ്ങനെ കരുതിയാൽ മതി എന്ന് പറയുകയാണ്. ഏതായാലും ഇവര് നേരെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് ചെന്നു. അനാമികനെ അടിമുടി നോക്കുന്നുണ്ട് കേട്ടോ നവ്യ. അനാമിക എന്നിട്ടും കള്ളഗർഭം നടിച്ച് ഒരു പണിയും ചെയ്യാതെ ഛർദിയാണെന്നും പറഞ്ഞ് കുറെ വായ്ക്കകത്ത് വെള്ളം വെച്ചിട്ട് പോയി ഛർദിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആര് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അനാമിക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ദേവയാനി ആണെങ്കിൽ അനാമികയുടെ അടുത്ത് വരുന്നുണ്ട്. അനാമികയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, മോളെ എങ്ങനെയുണ്ട്, മോൾക്ക് ഇപ്പൊ ക്ഷീണമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അയ്യോ വല്യമ്മേ എനിക്ക് നല്ല ക്ഷീണമാ വല്യമ്മേ, അറിയത്തില്ല എന്താണെന്നറിയത്തില്ല, ഭയങ്കര ക്ഷീണമാ, അതുകൊണ്ടാ ഞാൻ അടുക്കള ജോലി ഒന്നും ചെയ്യാൻ വരാത്തത്. എങ്കിൽ പിന്നെ ക്ഷീണമാണെങ്കിൽ മോൾ ഇവിടെ ഇരുന്നോ, ഏതായാലും ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ന് തന്നെ ഞാനും നവ്യയും നയനയും ഒക്കെ ചേർന്ന് ഒരു ട്രിപ്പ് പോവാണ്, മോൾക്ക് വയ്യല്ലോ, അപ്പൊ മോൾ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അനാമിക, എന്റെ ദൈവം ഇവരെന്ത് ട്രിപ്പാ പ്ലാൻ ചെയ്യുന്നത്? അപ്പൊ പെട്ടെന്ന് അനാമിക ചോദിക്കുന്നുണ്ട്, അല്ല വല്യമ്മ എന്തിനാ നയനയും കൂട്ടി ട്രിപ്പ് പോകുന്നത്? അയ്യോ വല്യമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത മരുമകളല്ലേ, പിന്നെ എന്തിനാ വല്യമ്മ അവളെയും കൂട്ടി പോകുന്നത്? അല്ല മോളെ, ഏതായാലും മോള് വരുന്നില്ലല്ലോ, മോൾക്ക് വരാൻ പറ്റില്ല, മോള് പ്രഗ്നന്റ് ആയിട്ടിരിക്കുകയല്ലേ, അപ്പൊ പിന്നെ സാരമില്ല, ഞാൻ അവളെയും കൂട്ടി പൊക്കോളാം, എനിക്ക് ഒരിടം വരെ പോകാനുണ്ട്. പിന്നെ നമ്മുടെ കരള് തന്ന പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി ആരാ എന്താണെന്നൊക്കെ ഞാൻ അറിഞ്ഞേ, അപ്പൊ എനിക്ക് അവളെ ഒന്ന് കാണാൻ വേണ്ടി പോണം. ആരാ എന്താണെന്ന് അപ്പൊ വല്യമ്മ അറിഞ്ഞോ? ഞാൻ അറിഞ്ഞു. അല്ല മോക്ക് വയ്യല്ലോ, മോൾ അതുകൊണ്ട് ഇവിടെ ഇരുന്നോ, ഞങ്ങളൊന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരാം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, എന്റെ ഈശ്വര, ഇനി ആ കരള് തന്ന പെൺകുട്ടീനെ എങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നയനയല്ലേ, അത് നയനയാണെന്ന് അറിഞ്ഞു കാണുമോ? ഇനിയിപ്പോ വല്യമ്മ അറിഞ്ഞിട്ട് എന്റെ മുമ്പില് ഇങ്ങനെയൊക്കെ പറയുന്നതാണോ ഷോ എന്നൊക്കെ പറഞ്ഞ് നേരെ രേവതിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. രേവതിനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോ രേവതി പറഞ്ഞു, മോളെ എങ്ങനെയെങ്കിലും ദേവയാനി ചേച്ചിയുടെ കൂടെ പോകാൻ നോക്കണം, ആരാണ് കരൾ കൊടുത്തത് എന്ന് ദേവയാനി ചേച്ചി അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നയനയാണെങ്കിൽ നയനയും കൂട്ടി പോകുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊടുക്കാനായിരിക്കും അവക്ക്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, മോൾ എങ്ങനെയെങ്കിലും കൂടെ പോകണം എന്ന് പറഞ്ഞപ്പോ, അമ്മേ ഞാനല്ലേ പറഞ്ഞത് എനിക്ക് വയ്യ ഛർദിയാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ കയറി കിടന്നിട്ട് ഇനി എനിക്ക് കൂടെ പോകാൻ പറ്റുമോ? ഏതായാലും മോള് കൂടെ പോയില്ലെങ്കിൽ അവിടെ എന്താ നടക്കുക എന്നൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ട് മോള് കൂടെ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അനാമിക പതുക്കെ ചെന്നിട്ട് ദേവയാനിയോട് പറയാണ്, അല്ല വല്യമ്മയ്ക്ക് നയനയായിട്ട് പോകാൻ വിഷമല്ലേ, നയനെ ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ വല്യമ്മ നയനെയും കൂട്ടി പോകുന്നത്? ഇപ്പൊ എനിക്ക് കുറച്ച് ക്ഷീണത്തിനൊക്കെ കുറവുണ്ട്, എങ്കിൽ പിന്നെ ഞാൻ വരാം എന്നിങ്ങനെ പറയാ. ഏതായാലും നമ്മുടെ അനാമിക എന്ത് ചെയ്യുന്നു, ഓക്കെ നമ്മുടെ
ദേവയാനി സമ്മതിച്ചു കേട്ടോ. ഓക്കെ, എങ്കിൽ പിന്നെ നമുക്ക് വെളിയിൽ വരെ പോകാമെന്ന്. ഞാൻ നയനയെ കൂട്ടുന്നില്ല എന്ന് പറയുകയാണ്. പക്ഷെ നയനയും നവ്യയും നമ്മുടെ അനാമികയുടെയും ദേവയാനിയുടെയും പുറകെ പോകുന്നുണ്ട്. അപ്പൊ ഇവർക്കൊരു പ്ലാനിങ് ഉണ്ട്. ഇവർ ഇവിടെ വെച്ച് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാനകിയും ജലജയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അറിയും. അപ്പം അനാമികയ്ക്ക് ഒരു അടിപൊളി ഒരു ഉഗ്രൻ അടി കൊടുക്കണമെങ്കിൽ ഈ കുടുംബത്തിനകത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അനാമികയെ തന്ത്രപൂർവം പുറത്തേക്ക് ദേവയാനി കൊണ്ടുപോകുന്നത്. അങ്ങനെ ദേവയാനി നേരെ ഒരു റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് വാ നമുക്ക് ഈ റെസ്റ്റോറന്റിൽ കയറാന്ന് പറയാം. ഇതിനു മുമ്പായിട്ട് തന്നെ നയനയും നവ്യയും കൂടെ ആ റെസ്റ്റോറന്റിൽ പോയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ റെസ്റ്റോറന്റിൽ ചെന്നു. ഏതായാലും വല്യമ്മ നിർബന്ധിച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ കയറി വരാം. എനിക്ക് ഈ ഹോട്ടൽ ഫുഡിനോടൊന്നും ഇപ്പം ഒരു താല്പര്യമില്ല. പിന്നെ വല്യമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനാമിക സോപ്പിട്ടാണ് പുറകെ പോകുന്നത്. ഏതായാലും ദേവയാനി ആ റെസ്റ്റോറന്റിൽ ചെന്നിരുന്നു. നമ്മുടെ അനാമികയും റെസ്റ്റോറന്റിൽ ചെന്നിരുന്നു. അങ്ങനെ ഇവര് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് പെട്ടെന്ന് മുഖമുയർത്തി നോക്കുമ്പോൾ തന്റെ ഓപ്പോസിറ്റ് നേരെ നവ്യയും നയനിയും ഇരിക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവയാനിയോട് പറഞ്ഞു, ദേ വല്യമ്മേ, ദേ ആ ഇരിക്കുന്നത് നയനയും നവ്യയും അല്ലേ, അവരെന്താ ഇവിടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഓഹോ ഇവൾമാരെന്തിനാ ഇവിടെ വന്നത്, നമ്മുടെ പുറകെ വന്നതായിരിക്കും എന്ന് പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് എണീറ്റിട്ട് നിങ്ങൾ എന്തിനാടി ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തിന്റെ കാര്യമാടി? ഞാനും എന്റെ മരുമകളും കൂടി ഈ റെസ്റ്റോറന്റിൽ വന്നപ്പോഴത്തേക്കും നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു, അത് പിന്നെ എന്റെ അമ്മായിയമ്മയുടെ കൂടെ അല്ലാതെ ഞാന് വേറെ ആരുടെ കൂടെയാ വരേണ്ടതെന്ന് പറഞ്ഞപ്പം ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ദേ വല്യമ്മേ, ഇവളോരോ ചൊറിയുന്ന വർത്താനം പറയുന്നത് കേട്ടില്ലേ? ഇവളുടെ കർണക്കുറ്റി നോക്കി ഒരെണ്ണം വെച്ചു കൊടുക്ക്. നമ്മളെ എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഇവൾമാര് പുറകെ വന്നതാ, രണ്ടും കൂടെ നമ്മുടെ പുറകെ. അതുകൊണ്ട് ഉറപ്പായിട്ടും കർണം പൊട്ടിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് കർണം പൊട്ടിക്കല്ലേ അമ്മായി എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആരോട്? ദേവയാനിയോട്. അപ്പൊ ദേവയാനി പറഞ്ഞു, ഏതായാലും കർണം പൊട്ടിക്കാൻ പറഞ്ഞതല്ലേ, ഒരു കർണം പൊട്ടിച്ചേക്കാം എന്നും പറഞ്ഞു നമ്മുടെ അനാമികക്കിട്ട് ആ നിപ്പിൽ തന്നെ ദേവയാനി ഒരു ഒറ്റ അടി കൊടുക്കാണ് കേട്ടോ. ഒറ്റ അടി എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ കണ്ണില് പൊന്നീച്ച പറക്കുന്നേ കൂട്ട് അടിയായിപ്പോയത്. ഏതായാലും ഈ അടി കിട്ടിയതും അനാമിക, അയ്യോ വല്യമ്മ എന്താ ഈ കാണിച്ചത്? വല്യമ്മ എനിക്കിട്ടാ തല്ലിയത്, വല്യമ്മ അവൾമാർക്കിട്ടല്ലേ തല്ലേണ്ടത്, ഈ വല്യമ്മ എന്താ ഈ കാണിക്കുന്നത്? ഞാൻ എന്റെ മരുമകൾക്കിട്ട് തല്ലണമല്ലേടി, ഞാൻ എന്റെ മരുമകൾക്കിട്ടും അവളുടെ ചേച്ചിക്കിട്ടും തല്ലണമല്ലേടി, തല്ലാടി എന്ന് പറഞ്ഞ് വീണ്ടും അടുത്ത കാരണക്കുറ്റിക്കിട്ടും ഓരോറ്റ അടി കൊടുത്തു. എടി, ഇത്രയും നാളും നീ എന്നെ കബളിപ്പിച്ചു, എന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ നീ എന്റെ പുറകെ നടന്നു, എന്നിട്ട് എന്നോട് എന്റെ മരുമകളുടെ ഓരോ കുറ്റങ്ങൾ പറഞ്ഞു തന്നു. അത് പോരാഞ്ഞിട്ട് ഇപ്പം നീ ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ ചതിക്കുമല്ലേടി. നിന്റെ വയറ്റില് ആരുടെ കുഞ്ഞാടി ഉള്ളത്? ഹനിയുടെ കുഞ്ഞാണോ? എടി, നിന്റെ വയറ്റില് ഏതെങ്കിലും കുഞ്ഞുണ്ടോടി? ഇങ്ങനെ കള്ളം പറയുന്ന ഒരുത്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്നോർത്തിട്ട് മാത്രമാണ് ഞാനിപ്പം നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഈ ഇരിക്കുന്ന ആരാന്നറിയാമോ? എന്റെ മരുമകളല്ലടി, അതെന്റെ മകളാ. പിന്നെ ഒരു കാര്യം കൂടെ നീയൊക്കെ അറിയാത്തതുണ്ട്. ഈ ഇരിക്കുന്ന ആളാ എനിക്ക് കരള് ദാനമായിട്ട് തന്നത്. എന്റെ നയനമോളാടി എനിക്ക് കരള് തന്നത്. ആ നയനമോള് തന്ന കരളിലാടി ഇപ്പൊ ഞാൻ ഈ ജീവനോടെ നിൽക്കുന്നത്. ആ നയനമോളെ ഞാൻ അടിക്കണമെന്നല്ലേ? എടി, നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ എനിക്ക് അറിയാടി. നിന്റെ കള്ളത്തരം ഞാൻ കുറെ നാളായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. നീ ഒരു ഒറ്റ പേരിലാ ആനന്ദപുരി തറവാട്ടിൽ പിടിച്ചു നിൽക്കുന്നത്. നിന്റെ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ പേരിൽ മാത്രം. വയറ്റിലൊരു കുഞ്ഞുമില്ല, ഒരു കുരുമ്പുമില്ല. എന്നിട്ട് അവള് പറയുന്നത് കേട്ടില്ലേ? ഞാനൊരു കാര്യം പറയാം. ഇന്നു മുതൽ നമ്മളൊരു ഡീൽ ഉറപ്പിക്കാൻ പോവാ. ഞാനും എന്റെ മോളും എന്റെ മോളുടെ ചേച്ചിയും കൂടെ ചേർന്ന് നിന്നെയും കൂടെ കൂട്ടി ഒരു കളി കളിപ്പിക്കാൻ പോവാ. ആ കളിക്ക് എന്റെ കൂടെ നിന്നില്ല എങ്കില് ഞങ്ങളുടെ ഈ അനന്തപുരി തറവാട്ടിലുള്ള വാസം ഉണ്ടല്ലോ, അതങ്ങ് ഞങ്ങൾ അവസാനിപ്പിക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്തോണം എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് നമ്മുടെ അനാമികയുടെ ആ ഒരു ഭാവവും ഒക്കെ മാറിയിട്ടോ, സ്വരവും ഒക്കെ മാറി. അല്ല വല്യമ്മേ, ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചത് അത് വേറൊന്നും കൊണ്ടുമല്ല. എനിക്ക് എന്റെ അനിയുടെ സ്നേഹം. മിണ്ടിപ്പോകരുത്. നീ ഇനി അനിയെ മുതലെടുക്കാനൊന്നും നിൽക്കണ്ട. നിനക്ക് അനിയോടൊരു സ്നേഹവും ഇല്ല, ഒരു കോപ്പും ഇല്ല, ഒരു മണ്ണേം കട്ട ഇല്ലെന്ന് അറിയാടി. നീ അനന്തപുരി തറവാട്ടിലെ സ്വത്ത് മാത്രം മോഹിച്ചു വന്ന പിശാശാന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ നിന്റെ അച്ഛൻ കുറെ കള്ള നോട്ടും
കള്ളപ്പണങ്ങളും ഒക്കെ ഉണ്ടാക്കി തട്ടിയും മുട്ടിയും ജീവിച്ചു പോകുന്ന ഒരു ദരിദ്രവാസിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിനക്ക് സ്വന്തമായിട്ട് ഒരു കിടപ്പാടം പോലും ഇല്ലല്ലോടി. എന്നിട്ടാണോടി നീ എൻ്റെ നയനമോളെയും നയനമോളുടെ ചേച്ചീനെയും എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? എടി, നിന്നെക്കാളും അർഹതയുണ്ടടി അനന്തപുരി തറവാട്ടിലേക്ക് കയറി വരാൻ ദേ ഇവർക്ക്. പിന്നെ ഇപ്പം ഞാൻ എത്രത്തോളം നിൽക്കുന്നോ അതിൻ്റെക്കാളും ഒരു പടിയല്ലടി, 10-12 അടി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും മുകളിലാടി എന്റെ മരുമകൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേട്ടനുസരിച്ച് അനന്തപുരി തറവാട്ടിൽ നിന്നാൽ നിനക്ക് നിൽക്കാം. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇന്നു മുതൽ ഒരു കളി കളിക്കാൻ തീരുമാനിച്ചു. ആ കളിയിൽ നീയും ഉണ്ടായിരിക്കണം. നീ ഞങ്ങളുടെ ഒരു വെറും തുറുപ്പ് ചീട്ടാന്ന് നീ കരുതിക്കോ. അതുകൊണ്ട് നീ സത്യസന്ധമായിട്ട് ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഒന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ലടി എന്ന് പറയാണ്. അപ്പൊ ഇവരൊരു ചെറിയ കളിയും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് വേറെ ഒന്നിനും അല്ലാട്ടോ. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ നാളത്തെ വിശേഷത്തില് നമ്മുടെ ദേവയാനിയും നയനയും നവ്യയും ഇനി എന്തിനുള്ള പുറപ്പാടാന്നൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ നാളത്തെ വിശേഷവുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.